എല്ലാവർക്കും ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഗുഡ്നസ് ടിവിയുടെ മാലാകക്കൂട്ടം.com കൊച്ചുകൂട്ടുകാരുടെ സ്വർഗ്ഗക്കാഴ്ചകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ചങ്കുകൂട്ടുകാരെ, ഇന്ന് ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഊർജത്തോടുകൂടി, മികവോടുകൂടി, മിഴിവോടുകൂടി ഈ പ്രോഗ്രാം പങ്കുവയ്ക്കാനായിട്ട് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ക്രൈസ്റ്റ് കിങ് ചർച്ച് അന്നമനടപ്പള്ളിയിലെ കൊച്ചുകൂട്ടുകാരാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ സ്വർഗത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നിങ്ങൾക്കറിയാലോ കേട്ടോ, മാതാവിനെ നമ്മൾ നമ്മുടെ സെറ്റിൽ പ്രത്യേക വണക്കത്തിനായിട്ട് വെച്ച് ആണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് മാതാവിനെ ഡെഡിക്കേറ്റ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാതാവിൻ്റെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ആദ്യ സെഗ്മെൻറ്റിലേക്ക് കിടക്കാണ്. ഒന്നാമത്തെ സെഗ്മെൻ്റാണ് ഈശോയ്ക്ക് സ്തുതി പാടാം. എന്താണ്? ഈശോയ്ക്ക് സ്തുതി പാടാം. ഈശോയ്ക്ക് സ്തുതി പാടാന്ന് പറയുന്നത് നമ്മുടെ സെഗ്മെൻ്റ് ആണെങ്കിലും ഇന്ന് നമ്മൾ മാതാവിനെയാണ് കൂടുതൽ വണക്കം കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിൽ എൻ്റെ അമ്മ വന്നിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ എൻ്റെ അമ്മ വന്നിരിക്കുക, നിങ്ങളെനിക്ക് യാതൊരു പരിചയമില്ല, നിങ്ങളെ പരിചയമില്ല. പക്ഷേ ഞാനിങ്ങനെ നിങ്ങളുടെ വീടിൻ്റെ വഴിക്കോടെ ഇങ്ങനെ പോണ സമയത്ത് എൻ്റെ അമ്മ അവിടെ ഇരുന്നിട്ട് ഇതാ മോനെ ഇങ്ങോട്ട് വന്നേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ ഭയക്കേണ്ട കാര്യമുണ്ടോ? കാരണം എൻ്റെ അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലുണ്ട്, മനസ്സിലായോ? നിങ്ങളുടെ വീട്ടിൽ എൻ്റെ അമ്മയുള്ളതുകൊണ്ട് എനിക്കറിയാം എൻ്റെ അമ്മയ്ക്ക് പരിചയമുള്ള ആരോ ആണത്. എൻ്റെ അമ്മയുടെ ആരോ കൂട്ടുകാരായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ പരിചയക്കാരായിരിക്കും. ഇതുപോലെ തന്നെയാണ് ഈശോയുടെ കാര്യം. നോക്കിയേ, ഈശോയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കൊടുക്കുന്ന ഒരു കാര്യമാണ് മാതാവിന് അതിവണക്കം കൊടുക്കുന്നത്. മാതാവിനെ നമ്മൾ ആരാധിക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് മാതാവിന് അതിവണക്കം കൊടുക്കണം. എന്ത് വണക്കം കൊടുക്കണം? അപ്പൊ അതാണ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഒരിക്കലും നമ്മൾ ആരാധിക്കുന്നില്ല. അമ്മയെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ കൂടുതൽ സന്തോഷം ആർക്കാ ഉണ്ടാവുക? പറയൂ. നിങ്ങളുടെ അമ്മേനെ ആരെങ്കിലും വളരെയധികം പുകഴ്ത്തുകയാണ്, വലിയ വണക്കം കൊടുത്ത് സ്ത്രീ മനോഹരമായൊരു സ്ത്രീയാണ്, നല്ല കുടുംബജീവിതം നയിക്കുന്ന സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും നാട്ടുകാരോ അല്ലെങ്കിൽ അങ്ങനെ നാട്ടിലൊരു പൊതുവേദിയിൽ ആദരിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഓഡിയൻസിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ആർക്കുണ്ടാവും? മക്കളെന്ന് നിങ്ങൾക്കെല്ലാം ഉണ്ടാവുക. എൻ്റെ അമ്മേനെയല്ല ആദരിക്കുന്നത് എന്നതുപോലെയാണ് ഭൂമിയിൽ മറിയത്തിന് അതിവണക്കം കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈശോയ്ക്ക് സന്തോഷം കിട്ടുന്ന കാര്യം. അപ്പോൾ ആദ്യ സെഗ്മെൻറ്റിൽ നമ്മളിന്ന് മാതാവിന് അതിവണക്കം കൊടുത്ത് ഒരു പാട്ട് പാടാൻ പോവാണ്. മാതാവിന് അതിവണക്കം കൊടുക്കുന്ന ഈശോയ്ക്ക് കൂടുതൽ ഇഷ്ടമുള്ളതാണ്. നിങ്ങൾ കൂട്ടത്തിൽ പാടണം വരികൾ. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും, മൊഴികൾ ഇടറുമ്പോൾ എന്നുടെ സ്വരമായി തീർന്നിടും. പഠിക്കേ. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും, മൊഴികൾ ഇടറുമ്പോൾ എന്നുടെ സ്വരമായി തീർന്നിടും. ദുഃഖമകന്നിടുവാൻ നമ്മെ പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാൻ നമ്മെ യാചിച്ചിടണമേ. പടിമക്കളെ, ദുഃഖമകന്നിടുവാൻ നമ്മെ പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാൻ നമ്മെ യാചിച്ചിടണമേ. പഠിക്കേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ. കൈകളൊന്ന് വീശി പാടിക്ക. ആവേ മരിയ, ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാ. ഒന്നുകൂടെ ആവേ മരിയ പാടിക്ക. ആവേ മരിയ, ആവേ മരിയ. മാതാവിനെ നോക്കി. മാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ.
ഇന്ന് പ്രത്യേകം നമ്മുടെ എപ്പിസോഡ് മാതാവിന് ഡെഡിക്കേറ്റ് ചെയ്ത് മാതാവിന് കൂടുതൽ വണക്കം കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോവാണ്. നമ്മൾ ഈ സ്വർഗത്തിൽ രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് കിടക്കാണ്. രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് വചനം ഭക്ഷിക്കാം. എന്താണ്? വചനം ഭക്ഷിക്കാം. മാതാവ് പാട്ട് പാടിയിട്ടുണ്ടോ? വേഗോത്തരം പറ. മാതാവ് പാട്ട് പാടിയിട്ടുണ്ടോ? ഉണ്ട് ഇല്ല, ഉണ്ട് ഇല്ല, ഉണ്ടില്ല എന്നല്ല, മാതാവ് പാട്ട് പാടിയിട്ടുണ്ട്. ലൂക്കാസ് സുവിശേഷത്തിൽ നമ്മൾ ആരംഭത്തിൽ കാണുന്നില്ല മറിയത്തിന്റെ സ്തോത്രഗീതം. അപ്പോൾ മറിയം പാട്ടിയ പാട്ടല്ലേ? ആ പാട്ടില് മറിയം പാടിയേക്കുന്ന ഒരു പാട്ടിന്റെ വരി ചേട്ടൻ പറഞ്ഞുതരാം. അവിടെ ലൂക്കാസ് സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 53, 54 ആ വചനഭാഗങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്: വിശക്കുന്നവരെ അവിടുന്ന് വിശിഷ്ട വിഭവം കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറുങ്കയോടെ പറഞ്ഞയച്ചു. എന്താണ്? വിശക്കുന്നവരെ, സമ്പന്നരെ വെറുങ്കയോടെ. നോക്കിയേ, വിശക്കുന്നവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്? ഈ അമ്മ പാടിയതാണ്. വിശക്കുന്നവരെ വിശിഷ്ട വിഭവം കൊണ്ട്, അല്ലെ? എന്തെല്ലാം വിശിഷ്ട വിഭവം കൊണ്ടാണ് സംതൃപ്തരാക്കി. എങ്ങനെയാക്കി? പോരാന്ന് തോന്നിക്കോ? കഴിച്ചിട്ട് മതിയായില്ല തോന്നിക്കോ? ഇല്ല, സംതൃപ്തി തരും, അല്ലേ? എന്നിട്ട് മറിയം തന്നെ പറഞ്ഞിരിക്കുകയാണ് അടുത്ത വരി: സമ്പന്നരെ. അതായത് വചനമൊക്കെ കേൾക്കാനിരിക്കുമ്പോൾ നല്ല സമ്പന്നതയോടെ. ഞാനൊക്കെ വചനം പഠിച്ചിട്ടുള്ളതാ, ലോഗോസിനെയൊക്കെ പഠിച്ചിട്ടുള്ളതാ, അല്ലേ? ഈ വചനമൊക്കെ എനിക്കറിയാം. വചനം കേൾക്കുമ്പോൾ എപ്പോഴും നമുക്ക് സമ്പന്നതയല്ല വേണ്ടേ. സമ്പന്നരെ എങ്ങനെ വിടും? വെറും കൈയോടെ. അവർ വചനമൊക്കെ കേൾക്കും, വെറും കൈയോടെ പോകും. ധ്യാനം കൂടുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ധ്യാനം കൂടുന്ന കുറച്ച് പേർക്ക് അനുഗ്രഹം കിട്ടും, കുറച്ച് പേര് വന്ന പോലെ തന്നെ പോകും. സമ്പന്നതയോടെ ഇതൊന്നും കിട്ടുകയില്ല. മറിയം പറയാണ്, വിശന്നിരുന്നാൽ എങ്ങനെ കിട്ടാം? എങ്ങനെ രുചിക്കാം? വിശിഷ്ട വിഭവം. അപ്പൊ നമുക്ക് വിശന്നിരിക്കാം, അല്ലേ? വിശപ്പുണ്ടോ നിങ്ങൾക്ക്? വിശപ്പുണ്ടോ? ഉറക്കെ പറ, വിശപ്പുണ്ടോ? എന്തിനുള്ള വിശപ്പാണ്? വചനം ഭക്ഷിക്കാനുള്ള വിശപ്പാണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ സെഗ്മെന്റിൽ വചനം ഭക്ഷിക്കാൻ നമ്മൾ റെഡിയാണ്. ഇന്ന് ആരാണ് ഈ രണ്ടാമത്തെ സെഗ്മെന്റിൽ വചനം പങ്കുവെക്കാൻ വരുന്നത്? മറിയത്തിന്റെ സ്തോത്രഗീതം പറയാൻ റെഡി? കൈഡി കൊടുത്തേ. അപ്പോൾ നമുക്ക് ഈ കൂട്ടുകാരിനെ പരിചയപ്പെടാം. മോളുടെ പേര് പറയാമോ? അനുഗ്രഹ ജിബു. അനുഗ്രഹ ജിബു എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? 7ാം ക്ലാസ്സിൽ. ഓക്കെ. അപ്പോൾ അനുഗ്രഹ ജിബു ഇന്ന് നമ്മളോട് വചനം പങ്കുവയ്ക്കുന്ന മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ്. നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. എൻ്റെ ആത്മാവു കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്നു തൻ്റെ ദാസയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്നു പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ തലമുറകൾ തോറും അവിടുന്നു കരുണ വർഷിക്കും. അവിടുന്നു തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നു മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ടു സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്നു തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. പ്രിയ കൂട്ടുകാരെ, സന്തോഷമാണോ? സന്തോഷമാണ്. അനുഗ്രഹം ഇന്ന് നമ്മളോട് പങ്കുവെച്ചത് മറിയത്തിന്റെ സ്തോത്രഗീതത്തെ കുറിച്ചാണ്, അല്ലേ? ആണോ? ഓക്കെ. ഇനി നമ്മൾ ഈ സ്വർഗത്തില് വചനമൊക്കെ ഭക്ഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഈ സ്വർഗത്തിൽ നമ്മൾ മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക് പോവാണ്. മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് വിശുദ്ധരെ പരിചയപ്പെടാം. എന്താണ്? വിശുദ്ധരെ പരിചയപ്പെടാം. അപ്പോൾ വിശുദ്ധരെ പരിചയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് കത്തോലിക്ക തിരുസഭ മാതാവിന് അതിവണക്കം കൊടുക്കണം എന്നാണ് പഠിപ്പിക്കണത്. അതിവണക്കം എന്ന് പറഞ്ഞാൽ വിശുദ്ധർക്ക് കൊടുക്കണേക്കാളും മുകളിൽ അല്ലേ? യോഹന്നാന്റെ സുവിശേഷത്തിൽ അവസാനം 19-ാം അധ്യായത്തിൽ ഈശോ പറഞ്ഞു, യോഹന്നാനെ വിളിച്ച് പറഞ്ഞു, ഇതാണ് നിന്റെ അമ്മ എന്ന് പറഞ്ഞപ്പോൾ ബൈബിളിൽ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ മുതൽ അവൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. എവിടെ സ്വീകരിച്ചു? സ്വന്തം ഭവനത്തിൽ. അപ്പൊ യോഹന്നാസിക എവിടെ നിൽക്കുന്നത്? യോഹന്നാസിക എവിടെ നിൽക്കുന്നത്? കാൽവരി കുന്നിലല്ലേ, കുരിശിന്റെ ചോട്ടിലല്ലേ? അവിടെ വെച്ചിട്ട് കുരിശി കിടന്നിട്ടല്ലേ ഈശോ പറയണേ ഇതാണ് നിന്റെ അമ്മ എന്ന്. അപ്പോൾ ബൈബിൾ എഴുതിയേക്കാണ്, അപ്പോൾ മുതൽ അവൻ അവളെ സ്വന്തം ഭവനത്തിൽ എന്ന് പറഞ്ഞാൽ ഹൃദയമാകുന്ന ഭവനത്തിൽ യോഹന്നാസിക സ്വീകരിച്ചു. ഇങ്ങനെ മറിയത്തെ ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ എന്ന് പറഞ്ഞാൽ അതിവണക്കം കൊടുത്ത് സ്നേഹിക്കണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ബലി പൂർത്തിയാക്കുന്നതിന് മുമ്പ് മറിയത്തെ നമുക്ക് സമ്മാനമായി സ്വന്തം അമ്മയെ തന്നത്. പിടികിട്ടിയ മക്കൾക്ക്? ഓക്കെ. അപ്പം മൂന്നാമത്തെ സെഗ്മെൻറ്റിൽ വിശുദ്ധരെ പരിചയപ്പെടുമ്പം മാതാവിന് അതിവണക്കം, വിശുദ്ധർക്ക് നമ്മൾ കൊടുക്കുന്നത് വണക്കം. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ഇന്ന് മാതാവിനെ കുറിച്ചാണ് വചനം പങ്കുവെക്കാനായിട്ട് ഒരുങ്ങുന്നത്. ഇന്ന് ആരാണ് മാതാവിനെ കുറിച്ച് പറയാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്? ഈ മോൾക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാമോ? ഓക്കെ, നമ്മുടെ കൂട്ടുകാരിയെ നമുക്ക് പരിചയപ്പെടാം. മോളുടെ പേര് പറയാമോ? ആൻമരിയ സെബാസ്റ്റ്യൻ. ആൻമരിയ സെബാസ്റ്റ്യൻ. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? 5ാം ക്ലാസ്സിൽ. ഓക്കെ. ഇന്ന് മാതാവിനെ കുറിച്ച് ഏത് സന്ദേശം പറയുന്നത്? മാതാവിന്റെ സ്വർഗാരോപണത്തിൽ. മാതാവിന്റെ സ്വർഗാരോപണത്തെ കുറിച്ചാണ് ആൻമരിയ നമ്മളോട് പറയുന്നത്. നമുക്കിന്ന് ശ്രദ്ധയോടെ ആൻമരിയയുടെ വാക്കുകൾ കേൾക്കാം. മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു. സഭയുടെ ആദ്യ നൂറ്റാണ്ട് മുതൽ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിച്ചതായി നമുക്ക് കാണാം. വിശുദ്ധരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലെ മരണം എന്നത് സ്വർഗത്തിലേക്കുള്ള ജനനമാണ്. പരിശുദ്ധ കന്യക മാതാവ് ഈ ലോകത്തിൽ തന്റെ ജീവിത അവസാനം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വിശ്വാസ സത്യം 1950 നവംബർ 1 12ാം പിയൂസ് മാർപ്പാപ്പ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. പാപം ചെയ്ത് ദൈവത്തിൽ നിന്നകന്ന സ്വന്തം ജനതയെ വീണ്ടെടുത്ത് വീണ്ടും രക്ഷയുടെ പാതയിലേക്ക് നയിക്കുന്നത് ദൈവത്തിന്റെ വാഗ്ദാനവും പദ്ധതിയുമായിരുന്നു. പാപത്തിന്റെ കറ ജനന സമയത്ത് പോലും തീണ്ടാത്ത ഒരു കന്യകയിലൂടെ തന്റെ ആഗ്രഹം പൂർത്തിയാക്കാൻ ദൈവം തിരുമനസ്സായി. ദൈവകുമാരന് ജനിക്കാനായി തിരുമനസ്സായ പരിശുദ്ധ അമ്മയുടെ ശരീരം അത്രയും പ്രാധാന്യമുള്ള തിരുശേഷിപ്പായി ഭൂമിയിൽ അവശേഷിക്കാനോ അഴുകാനോ ദൈവം അനുവദിച്ചില്ല. ഈ ലോകത്തിലെ സഹനത്തിന് പരിശുദ്ധ അമ്മയ്ക്ക് പിതാവായ ദൈവം നൽകിയ സമ്മാനം. ഈശോയിലുള്ള രക്ഷയെ നോക്കി യാത്ര ചെയ്യുന്ന മനുഷ്യകുലത്തിന് പരിശുദ്ധ അമ്മ ഒരു വഴിവിളക്കാണ്. മാമോദീസായിലൂടെ നാം എത്തിച്ചേരേണ്ട ഒരു പരമോന്നത അവസ്ഥയാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്. ഈശോയുടെ കൊച്ചു കൂട്ടുകാരെ, ആവേ മരിയ പറഞ്ഞേ. ആവേ മരിയ. ഒരു മുദ്രാവാക്യം, ആവേ മരിയ പറഞ്ഞേ. ആവേ മരിയ. അപ്പോൾ മാതാവിന് നമ്മൾ കൂടുതൽ വണക്കം കൊടുത്ത് എപ്പിസോഡുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 4ാമത്തെ സെഗ്മെൻ്റാണ്, നല്ല കളർഫുൾ ആയിട്ടുള്ള സെഗ്മെൻ്റാണ് ഈ സ്വർഗത്തിൽ. 4ാമത്തെ സെഗ്മെൻ്റാണ് താലന്ത് വർദ്ധിപ്പിക്കാം. എന്താണ്? അപ്പം നമ്മുടെ താലന്തൊക്കെ ഈശോയ്ക്ക് മുന്നിൽ നമ്മൾ അവതരിപ്പിക്കലാണ് നമ്മൾ ഈ സെഗ്മെൻറ്റിൽ ചെയ്യാറുള്ളത്. ഇന്ന് ഈ സ്വർഗത്തിൽ പ്രത്യേകിച്ച് മാതാവിൻ്റെ ഒരു ഡെഡിക്കേഷനുള്ള ഒരു ഡേ ആയതുകൊണ്ട് മാതാവിനെക്കുറിച്ചുള്ള ഒരു ഡാൻസ് പ്രോഗ്രാം അന്ന് സെറ്റ് ചെയ്തേക്കുന്നത്. അതിന് ആരൊക്കെയാണ് ഇന്ന് ഡാൻസ് ചെയ്യാനായിട്ട് താലന്ത് കൊടുക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്? ആരൊക്കെയാണ്? ഇവർക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാമോ? ഒന്ന് വെൽക്കം ചെയ്തേ.
അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഇന്ന് പെർഫോം ചെയ്യാൻ താലന്ത് കൊടുക്കാൻ വന്നിട്ടുള്ള നമ്മുടെ കൊച്ചു കൂട്ടുകാരെ മിടുക്കികളെ ഒന്ന് പരിചയപ്പെടാം. മോളുടെ പേര് പറയാമോ? ജെനീലിയ വർഗീസ്. ജെനീലിയ വർഗീസ്. അടുത്ത ആളുടെ പേര് പറയാമോ? ഡിയ ഡേവിസ്. ദിയ ഡേവിസ്. അടുത്ത ആള് അനിക ഷെറിൻ. അനിക ഷെറിൻ. ഓക്കെ. ഏഞ്ചലിൻ ജോസ്. ഏഞ്ചലിൻ ജോസ്. അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരുടെ കോസ്റ്റ്യൂം കാണുമ്പോൾ അറിയാം മാതാവിനെ ഡെഡിക്കേറ്റ് ചെയ്തൊരു ഡാൻസ് ചെയ്യാൻ പോവാണ്. ആണല്ലേ? ആണോ? ഓക്കെ. അപ്പോൾ ഇവരുടെ താലന്ത് നമുക്ക് ആസ്വദിക്കാം. ആർ യു റെഡി? ഈശോയുടെ കൊച്ചു കൂട്ടുകാരെ, എന്തോ സന്തോഷമാണോ? സന്തോഷമാണ്. സന്തോഷമാണോ? സന്തോഷമാണ്. എന്നാ പറഞ്ഞ ആവേ മരിയ. ആവേ മരിയ. ഇന്ന് ഈ സ്വർഗത്തില് 3-4 സെഗ്മെന്റായി. നമുക്കൊരു സെഗ്മെന്റും കൂടി ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് സെഗ്മെന്റിന് മുന്നേ നമ്മളൊന്ന് ഈശോയുടെ അടുത്തൊന്ന് കളിച്ച് ചിരിച്ച് രസിക്കാൻ പോവാണ്. ആർ യു റെഡി? യെസ്. ആർ യു റെഡി? യെസ്. ചാടി എഴുന്നേറ്റ് എല്ലാവരും കൈകളടിച്ച് സന്തോഷത്തോടെ ആടിപ്പാടി ഈശോടൊത്ത് കളിക്കാം. റെഡി? ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാകയും തുള്ളി ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാകം. നല്ല സന്തോഷത്തോടെ ചെയ്തെല്ലാവരും. ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാകയെ തുള്ളി ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാകമാരായി വളരാലോ.
മലക കൂട്ട് ഡാക്ക. ഈ സ്വർഗത്തിൽ കളിച്ച് ചിരിച്ച് രസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ സ്വർഗത്തിൽ ഒരു സെഗ്മെന്റ് കൂടിയുണ്ട്. ആ സെഗ്മെന്റ് ആണ് നല്ല ശീലം പഠിക്കാം. എന്താണ്? നല്ല ശീലം പഠിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന ശീലം മാതാവിൻ്റെ ഒരു സ്വഭാവമാണ്. മാതാവിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് ബൈബിളിൽ, അവൾ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്താണ്? അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പൊ ഹൃദയത്തിൽ സംഗ്രഹിച്ചു അല്ലേ? ചില കാര്യങ്ങൾ പഠിക്കുന്ന കുട്ടിക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യമാണ് എന്ത്? സംഗ്രഹിക്കണം. വേണ്ടേ? ഇല്ല വെറുതെ ഇങ്ങനെ പഠിച്ചോ പല വിചാരപ്പെട്ട് ഇങ്ങനെ ഇരുന്ന്, പിന്നെ ചില കുട്ടികളുണ്ട് പഠിച്ചിട്ട് ഇങ്ങനെ കിട്ടാണ്ട് വരുമ്പോൾ പേന കൊണ്ട് കുത്തി പിന്നെ തലച്ചോറ് കൊണ്ട് പൂജയൊക്കെ നടത്തി ഇങ്ങനെ വിട്ട് അന്തം വിഴുങ്ങിയിരിക്കും. എന്താണ്? മറിയത്തിനൊരു നല്ല സ്വഭാവം ഉണ്ടായി. അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ക്ലാസ്സിലിരിക്കുമ്പോൾ മറിയത്തിൻ്റെ സ്വഭാവം വേണം. ടീച്ചർ ഇങ്ങനെ പറയും, ഇങ്ങനെ ഇരിക്കുമ്പോൾ നോക്കിയിരുന്ന് എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കണം അല്ലേ? ഒരു സ്പോഞ്ചിന് പ്രത്യേക സ്വഭാവമുണ്ട്. ഇവിടെ കുറച്ച് വെള്ളം വീണ് കഴിഞ്ഞാൽ സ്പോഞ്ച് കൊണ്ടുവന്നിട്ട് നോക്കിയേ, സ്പോഞ്ച് എന്ത് ചെയ്യും? ആ വെള്ളമൊക്കെ വലിച്ചിങ്ങോട്ട് എടുക്കും അല്ലേ? ഫ്ലോറിൽ നിന്ന് വലിച്ചെടുക്കും. ഇനി സ്പോഞ്ചിന് പകരം ഒരു കല്ല് കൊണ്ടുവന്നിട്ടാലോ എന്തെങ്കിലും മാറ്റം വരുമോ? കല്ല് വെള്ളം വലിച്ചെടുക്കുമോ? അപ്പോൾ എല്ലാം ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന അല്ലേ സ്പോഞ്ചിനൊരു സ്വഭാവ പ്രകൃതിയുണ്ട്. എന്നതുപോലെ മറിയത്തെക്കുറിച്ച് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുകയാണ്, അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ശിമിയോൻ പറഞ്ഞു, നിന്റെ ഹൃദയത്തിലൊരു വാൾ തുളച്ച് കയറും. അപ്പോഴും മറിയം എന്ത് ചെയ്തു? എന്ത് ചെയ്തു? ഗബ്രിയേൽ ദൂതൻ വന്ന് പറഞ്ഞിട്ട് അല്ലേ, വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ് യൗസേപ്പ് പിതാവായിട്ട്, നല്ല കന്യകയായിട്ട് സുന്ദരിയായിരിക്കുന്ന സമയത്ത്, വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന സമയത്ത്. അപ്പോഴാണ് ഗബ്രിയേൽ ദൂതൻ സ്വർഗത്തിൽ ദൂതുമായിട്ട്, മറിയമേ നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു, നിന്നിൽ നിന്ന് യേശു പിറക്കാൻ പോവാണ്, ദൈവപുത്രൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്ന ശക്തി നിന്റെ മേൽ ആവസിക്കും, നിന്നിൽ നിന്ന് ദൈവപുത്രൻ വരും. മറിയം ഇങ്ങനെ വണ്ടടിച്ചിരിക്കുക. എന്നാലും മറിയം പറഞ്ഞു, കാം എല്ലാം ഹൃദയത്തിൽ പറയേ. എന്തെല്ലാം ആകുലത ഒരു കന്യകയായിട്ടിരിക്കുന്ന സമയത്ത് വേണമെന്നറിയോ? അന്ന കാലത്ത് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കന്യക ഗർഭിണിയായിട്ട് കാണപ്പെട്ട് കഴിഞ്ഞാൽ കല്ലെറിഞ്ഞു കൊല്ലും. അത്ര വലിയ ശിക്ഷയ്ക്കുള്ള സമയത്ത് മറിയം പറഞ്ഞു യെസ്, ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പഠിക്കുന്ന കുട്ടിക്ക് ഏറ്റവും വേണ്ട കാര്യമാണ് ഈ സംഗ്രഹണം. എല്ലാം പറഞ്ഞാൽ ദൈവരഹസ്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ചങ്കിലേറ്റെടുത്തു. എന്നിട്ട് സന്ദർഭം വന്നപ്പോൾ അയവിറക്കി. കാൽവരി വരുന്നത് മറിയത്തിന് അറിയായിരുന്നു, വാൾ തുറക്കുന്നറിയാലോ, വാൾ തുളച്ച് കയറുന്നു മറിയത്തിന് അറിയായിരുന്നു. മറിയമെല്ലാം ഹൃദയത്തിൽ കാം ഡൗൺ ആയിട്ട് സംഗ്രഹിച്ചു വെച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന നല്ല ശീലമാണ്. ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും പറയും ആൾക്കാർ അല്ലേ? നമ്മൾ തളരുന്ന വാക്കുകൾ പറയും, കൊള്ളില്ലടി എന്ന് പറയും അല്ലേ? എന്തിന് കൊള്ളാൻ നിന്നെ, കാണാൻ വല്ല ലുക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം. നമ്മളൊക്കെ എന്ത് ചെയ്യണം? അപ്പോൾ പറയൂ, മിണ്ടണില്ല, കേൾക്കട്ടെ. എന്ത് ചെയ്യണം? സംഗ്രഹിക്കണം. എല്ലാം ഒതുക്കുകയാണ്. ഇതിലെല്ലാം പറഞ്ഞു നിനക്ക് ഞാൻ വയ്ക്കണം, പിന്നെ വാളെടുത്ത് കുന്തെടുത്ത് വെട്ടാൻ പോകേണ്ട കാര്യമില്ല. നമ്മൾ മറിയത്തിൻ്റെ സ്വഭാവം കാണിക്കണം. നല്ലൊരു ശീലം നമ്മളിലേക്ക് കൊണ്ടുവരണം. ആര് നമ്മളെ ഒറ്റപ്പെടുത്തിയാലും ദൈവം നമ്മളെ ഒറ്റപ്പെടുത്തില്ല. ആര് നമ്മളെ തളർത്തിയാലും പരാജയപ്പെടുത്തുമെന്ന് വിചാരിച്ചാലും ദൈവം നമ്മളെ തളർത്തില്ല, പരാജയപ്പെടുത്തില്ല. ഇതാണ് വിശ്വസിക്കേണ്ടത്. ആർ യു റെഡി? പ്രിയ പ്രേക്ഷകരായിട്ടുള്ള ചങ്ക് കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ പഠിച്ച ഈ സ്വർഗത്തിലെ നല്ല ശീലമാണ് എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുക. മറിയത്തിനുണ്ടായ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. ജീവിതത്തിൽ അനർത്ഥങ്ങൾ വരുന്നു കുഞ്ഞു പ്രായം മുതലേ പറഞ്ഞു. സ്വർഗത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കാനായിട്ട് തലച്ചോറ് വികാസം എടുക്കുന്നതിന് മുമ്പേ വലിയ കാര്യങ്ങൾ കേട്ടവളാണ് ഈ പരിശുദ്ധ മറിയം. എന്നിട്ട് അമ്മ എന്താ ചെയ്തത്? എല്ലാം നെഞ്ചിലൊതുക്കി, സമയം വന്നപ്പോൾ അയവിറക്കി, അത് സ്വീകരിച്ചു, എല്ലാം സമർപ്പിച്ചു. അപ്പോൾ ഇന്ന് പഠിക്കുന്ന നല്ല ശീലം നിങ്ങൾക്ക് എല്ലാവർക്കും അത് പ്രചോദനമാകട്ടെ എന്ന് പ്രത്യേകം ചേട്ടൻ പ്രാർത്ഥിക്കുകയാണ്. ഈ മാതാവിൻ്റെ ഡെഡിക്കേഷൻ ഡേയിൽ നമുക്ക് ഈ ശീലം ഫോളോ ചെയ്യാം. ആർ യു റെഡി? പോരാ. ആർ യു റെഡി? അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഒന്ന് കണ്ണടച്ച് നിവർന്നിരുന്ന് മാതാവിന് ഏറ്റവും വാത്സല്യത്തോടെ നമ്മളെ നോക്കാനും കരുതാനും പറ്റും. കാരണം എന്താണെന്നറിയാമോ? ഉണ്ണീശോയെ നോക്കി വളർത്തി മടിയിലിരുത്തി ലാളിച്ച് മുലയൂട്ടി
അതുപോലെ തന്നെ കുഞ്ഞുനാൾ മുതൽ നല്ല ശീലം പഠിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച് എല്ലാം ഈശോയെ വളർത്തിയത് അമ്മയാണ്. ആ മാതാവിനോട് നമുക്ക് ഉള്ളുകൊണ്ട് പറയാം, അമ്മേ ഈശോയെ വളർത്തിയതുപോലെ ഞങ്ങളെയും വളർത്തണം. ഈശോയെ ജ്ഞാനത്തിൽ വളർത്തി, ഭക്തിയിൽ വളർത്തി, സ്നേഹത്തിൽ സാഹോദര്യത്തിൽ വളർത്തി, ദൈവ ചിന്തയിലും വിശ്വാസത്തിലും വളർത്തി, ഞങ്ങളെയും വളർത്തണം. ഇനി ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലാവോ? ഈശോയെ അങ്ങയുടെ അമ്മയെ കൂടുതൽ വണക്കം കൊടുത്ത് യോഹന്നാനെ പോലെ സ്വീകരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. മരിയ ഭക്തിയിൽ ഞങ്ങളെ വളർത്തണമേ. ഈശോ വളർന്നതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരാൻ ഞങ്ങളെയും സഹായിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആവേ മരിയ, ആവേ മരിയ. കണ്ണു തുറക്കാവോ? ചണ്ടടാൻ. ഇനി നമ്മുടെ ഒരു സസ്പെൻസ് അറിയാനുള്ള സമയമാണ്. ആരാണ് ഈ എപ്പിസോഡിൽ ഏഞ്ചലായിട്ട് സെലക്ട് ചെയ്യപ്പെടുന്നത് എന്നറിയാനുള്ള സമയമാണ്. ഇതുവരെയും ഇതിൽ നിന്ന് വന്ന് ഇങ്ങനെ ഒരു ലക്കി ഡ്രോ ചെയ്യാത്ത ഒരാൾക്ക് വരാം. ബോയ്സിലൊരാൾക്ക് വരാം. ജോൺ വന്നേ. ജോണ്, ഒരു ക്ലാപ്പ് കൊടുക്കാമോ? എവലിൻ മരിയ ബിജു. എവലിൻ മരിയ ബിജു ആരാണ്? പോരുന്നു. ജോൺ പോരിക്ക്. എവലിൻ മരിയക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാമോ? ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ് എവലിൻ മരിയ ബിജു. അവർ ക്ലാപ്പ് കൊടുക്കാമോ? ഈശോയുടെ മക്കളെ, അപ്പോൾ ഇന്ന് മാതാവിന് നമ്മൾ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തൊരു എപ്പിസോഡായിരുന്നത്. നിങ്ങൾ വളരെ മനോഹരമായിട്ട് സ്തോത്രഗീതം പറഞ്ഞു, അതുപോലെ മാതാവിൻ്റെ സ്വർഗാരോപണത്തെക്കുറിച്ചുള്ള സന്ദേശം പറഞ്ഞു, നല്ല കളർഫുള്ളായിട്ട് ഡാൻസ് കളിച്ചു. ഇന്നത്തെ മാതാവിന് വലിയ ഇഷ്ടമായിട്ടുണ്ടാവോ? പറയ്. ഈശോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടാവോ? അമ്മേനെ സ്നേഹിച്ചത് ഇഷ്ടമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. വൈൻഡപ്പ് ചെയ്യുമ്പോൾ മാതാവിനോട് ഞങ്ങൾക്ക് എന്നും പ്രാർത്ഥിക്കണേന്നൊന്ന് പാടി പറയാൻ പോവാണ്. ചേട്ടൊരു ഈരടി പാടും, അതിൻ്റെ കൂടെ നമ്മൾ മാതാവിന് കൈവീശി ആവേ മരിയ പാടും. അമ്മേ അമ്മേ ജപമാലരാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. മാതാവിനെ നോക്കി മക്കളൊന്ന് പാടി നോക്കിയേ. അമ്മേ അമ്മേ ജപമാലരാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. കൈയൊന്ന് വീശി. ആവേ 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 മരിയ, ആവേ മരിയ. മാതാവിനെ നോക്കി കൈവീശി പാടിക്കേ. ആവേ 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 മരിയ, ആവേ മരിയ. പ്രിയ കൂട്ടുകാരെ, നമ്മൾ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളെ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചങ്കു കൂട്ടുകാർക്കൊരു ശക്തമായിട്ടുള്ള കൈയടി, ഒരു താങ്ക്സ് കൊടുക്കാൻ പോവാണ്. പ്രിയ പ്രേക്ഷകരായിട്ടുള്ള ചങ്കു കൂട്ടുകാരെ, ഞങ്ങളുടെ സ്വർഗ്ഗ കാഴ്ചകൾ നിങ്ങൾക്കേറെ മികവ് നൽകി ഊർജം പകർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്തതിന്, പ്രത്യേകിച്ച് മാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ ഈ എപ്പിസോഡ് വളരെ ഭംഗിയായിട്ട് നമ്മൾ പൂർത്തീകരിക്കുന്നു. ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് ഈ സ്വർഗത്തിൻ്റെ വക ഒരു ബിഗ് ക്ലാപ്പ് കൊടുത്ത മക്കളെ. ഇനി ഈ എപ്പിസോഡ് ഇവിടെ തീർന്നാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും. അപ്പോൾ സ്വർഗ്ഗ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ എല്ലാ ചങ്കു കൂട്ടുകാരെയും ഈശോയുടെ തിരുഹൃദയത്തിലും മാതാവിൻ്റെ വാത്സല്യമുള്ള വിമല ഹൃദയത്തിലും സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. മക്കളെ, നമ്മുടെ കൂട്ടുകാർക്ക് ഒരു ടാറ്റ കൊടുത്തേ. ടാറ്റാ.